ഹായ് ദിസ് ഇസ് ഡി ടി എച്ച്. ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. വിനയ് ഗോവിന്ദിൻ്റെ ഗെറ്റ് സെറ്റ് ബേബി, ഉണ്ണി മുകുന്ദൻ, നിഖില വിമൽ. വിശേഷത്തിനും അൺബോർഡ് കൺവെൻറ്റിക്ക് ശേഷം വീണ്ടും ഒരു ഫെർട്ടിലിറ്റി സിനിമ. ഇതിൻ്റെ കഥ വല്ലാത്തൊരു കഥയാണ്. പ്രത്യേകിച്ചൊരു കൺസിസ്റ്റൻസി ഇല്ല, ഒരു കൊഹറൻസ് ഇല്ല, ക്യാരക്ടേഴ്സിന് ഒരു പ്രത്യേകത ഇല്ല. എന്ന് വെച്ചാൽ ഒരു അൽക്കുൽത്ത് സ്ക്രീൻ പ്ലേ. ഉണ്ണി മുകുന്ദൻ ഒരു ഗൈനക്കോളജിസ്റ്റാണ്. തുടക്കം കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു MBBS കോളേജിൽ ഒരേ ഒരു മെയിൽ ഗൈനക്കോളജിസ്റ്റ്, ഒരു കൂട്ടം MBBS വിദ്യാർത്ഥിനികളുടെ ഇടയിൽ ഒരേ ഒരു വിദ്യാർത്ഥി, അതാണ് ഉണ്ണി മുകുന്ദൻ. അങ്ങനെ തുടങ്ങുന്ന ഒരു നല്ല പ്രമേയമാണ്. ഒബ്വിയസ്ലി നല്ലൊരു തുടക്കമായിരുന്നു. പക്ഷേ അതിന് ശേഷം ഉണ്ടായ, അതായത് കഥ പോകുന്നൊരു വഴി വല്ലാത്തൊരു വഴിയായിപ്പോയി. ഉണ്ണി മുകുന്ദൻ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്തൊരു ക്യാരക്ടറായിപ്പോയി. അതായത് ഓരോ സമയത്ത് ഓരോ സ്വഭാവം, അതിന് പ്രത്യേകിച്ച് ലോജിക്കും ഇല്ല. ചില സമയത്ത് വളരെ പാവത്താൻ, ചില സമയത്ത് ഏകദേശക്കാരൻ, ചില സമയത്ത് ഒരു പണക്കൊതിയൻ, ചില സമയത്ത് അങ്ങനെ ഓരോ സമയത്ത് ഓരോരോ സ്വഭാവങ്ങൾ. പക്ഷേ അങ്ങനെ ആയിക്കോളൂ വെച്ചാൽ അങ്ങനെ ആവാം. പക്ഷേ അതിന് പ്രത്യേകിച്ചൊരു ലോജിക്കൊന്നും കാണുന്നില്ല പടത്തിൽ. അത് മാത്രമല്ല, ഈ പ്രോഗ്രഷൻ ഭയങ്കര പെട്ടെന്നാണ്. അതായത് അത് ഓരോ കാര്യവും പുള്ളി ഇതിലെ ഹീറോ ഉണ്ണി മുകുന്ദൻ MBBS കോളേജിൽ പോകുന്നതും ഡോക്ടർ ആവുന്നതും ഫേമസ് ആവുന്നതും പണക്കാരനാവുന്നതും അല്ലെങ്കിൽ നിഖില വിമലായിട്ട് കാണുന്നതും റിലേഷൻഷിപ്പിലാവുന്നതും ഭാര്യയാവുന്നതും, അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്നാണ്. നമുക്കൊരു ഒരു ഗ്രൗണ്ടിങ് കിട്ടുന്നില്ല. കണ്ടുകൊണ്ടിരിക്കുമ്പം ഒരു ഉറച്ചു നിൽക്കാത്തൊരു സിനിമ എനിക്ക് തോന്നും. അത് മാത്രമല്ല, ഒരു അവിശ്വസനീയമായ പ്രോഗ്രഷൻ. അതായത് ഒരു ഗൈനക്കോളജിസ്റ്റ്, ഓക്കെ, ഡോക്ടേഴ്സ് പണക്കാരാവും നമുക്കറിയാം, പൈസ ഉണ്ടാക്കാറുണ്ട് മിക്ക ഡോക്ടേഴ്സും, അല്ലെങ്കിൽ കുറച്ച് ഡോക്ടേഴ്സെങ്കിലും. പക്ഷേ ഇതിൽ കാണിക്കുന്ന രീതിയിലുള്ള പൈസ, അല്ലെങ്കിൽ ഇതിൽ കാണിക്കുന്ന കണക്കുള്ള സക്സസ് ഇത്ര പെട്ടെന്ന്, അത് പറഞ്ഞാൽ എല്ലാം വളരെ പെട്ടെന്ന് കാണിക്കുന്നത്. ഒരു പ്രത്യേകിച്ചൊരു സെൻസ് ഇല്ല. പിന്നെ ഒരുപാട് കഴിയുമ്പോൾ നോൺ സെൻസിക്കലാവുന്നുമുണ്ട്. കാരണം ഒരു ഡോക്ടർ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഉണ്ണി മുകുന്ദൻ ക്യാരക്ടർ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ഡോക്ടർ സമീപിക്കുന്ന രീതിയിലേ അല്ല. അതായത് അതുവരെ കാണിച്ചുകൊണ്ടിരുന്ന പ്രഗത്ഭനായ ഒരു ഡോക്ടർ ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യവും ഉണ്ണി മുകുന്ദൻ ക്യാരക്ടർ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ, അത് മാത്രമല്ല വേറെ കുറേ വൃത്തികേടുകൾ കാണിക്കുന്നുണ്ട്. അതായത് അതാണ് അത് നേരത്തെ പറഞ്ഞ ഒരു നോൺ സെൻസിക്കലായിട്ട് പോകുന്നുണ്ട്. അവസാനമാകും തോറും, ഓരോ അരമണിക്കൂർ കഴിയുന്തോറും ദ മൂവി വാസ് ഡീഗ്രേഡിങ്. അതായത് അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു എനിക്ക് തോന്നിയത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് വിഷയമല്ല വെച്ചാൽ അതെ. കാരണം കുമ്പള കണക്ക് ആണ് IVF സെൻറ്റേഴ്സ് കേരളത്തിൽ പൊട്ടിമുളയ്ക്കുന്നത്. അപ്പോൾ ഇതൊരു അഡ്രസ്സ് ചെയ്യുന്ന വിഷയമല്ല വെച്ചാൽ അഡ്രസ്സ് ചെയ്യുന്ന വിഷയമാണ്. പല ആസ്പെക്ട്സിൽ അഡ്രസ്സ് ചെയ്യാം. അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിലും അഡ്രസ്സ് ചെയ്യുന്നത്. പക്ഷേ അഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ ഒരു രീതി, എക്സിക്യൂഷൻ, മൂവിയുടെ എക്സിക്യൂഷൻ വളരെ മോശമായിട്ട് തോന്നി. പ്രത്യേകിച്ച് ഒന്നും അവകാശപ്പെടാനില്ലാത്തൊരു പടം കണക്കാണ് എനിക്ക് തോന്നിയത്. നിഖില വിമൽ കൊള്ളായിരുന്നു, ചില മൊമെൻറ്റ്സ് നല്ലതായിരുന്നു. ഒബ്വിയസ്ലി ചില മൊമെൻറ്റ്സ് നല്ലതാണ് ഈ പടത്തിൽ. ഒരു ഫീൽ ഗുഡ് സെൻസ് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വൈബ്സ് കൊടുക്കുന്ന കുറച്ച് സീൻസ് ഉണ്ട്. പക്ഷേ അത് പോരാ. 2-2.25 മണിക്കൂറുള്ള പടത്തിൽ 2-3 മൊമെൻറ്റ്സ് പോരാതെ തോന്നി. അതേപോലെ തന്നെ ഉണ്ണി മുകുന്ദൻ്റെ അഭിനയവും ഭയങ്കര മോശമായിട്ട് തോന്നി. അത് ക്യാരക്ടറിൻ്റെ കുഴപ്പം കൂടെയാണ്, ക്യാരക്ടർ പ്രസൻറ്റേഷൻ്റെ കുഴപ്പം കൂടെയാണ്, ക്യാരക്ടർ റൈറ്റിങ്ങിൻ്റെ കുഴപ്പം കൂടെയാണ്. അങ്ങനെ എനിക്ക് മൊത്തത്തിലൊരു ബിലോ ആവറേജ് എഫറായിട്ട് തോന്നിയത്. 2 stars out of 5 for Get Set Baby. Thanks for watching.